ഇന്ന് നമ്മൾ കുറച്ച് OTT റിലീസുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ധനുഷ് സംവിധാനം ചെയ്ത നിലവക്ക് ഉന്മേൽ എന്നടി കോപം എന്ന സിനിമ. ഈ സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു റോം കോം മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ നായകന്റെ ബ്രേക്കപ്പ് സീൻ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ബ്രേക്കപ്പായി പുള്ളി പാട്ടൊക്കെ പാടി അങ്ങനെ രണ്ടെണ്ണം അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് അവൻ്റെ വീട്ടുകാർ ഒരു പെണ്ണ് ആലോചിക്കുകയാണ്, മോനിങ്ങനെ സങ്കടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്തിരി പ്രായമുള്ള ആളാണെന്ന്. അല്ല, ചെറുപ്പക്കാരനാണ്. ഇങ്ങനെ ഒരു അച്ഛനമ്മയും ഇവിടെ അവിടെയും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവരൊരു പെൺകുട്ടിയെ തീരുമാനിക്കുന്നു. അത് പ്രിയ വാര്യറാണ്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അവസാനം ഒരു മീറ്റപ്പിന് തയ്യാറെടുക്കുമ്പോഴാണ് തൻ്റെ എക്സിൻ്റെ കല്യാണക്കുറി വീട്ടിലെത്തുന്നത്. അന്നേരം ആൾ ഡെസ്പാകുന്നു, കാര്യം പറയുന്നു, ഭായി വധുവിനോട് കാര്യം പറയുന്നു. അവൾ പറയുന്നു കല്യാണത്തിന് പോവുക, ഒക്കെ സെറ്റാവും, പോയിട്ട് വരും എന്ന് പറയുന്നു. അവിടെ പോയി പിന്നീട് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത്. സിനിമ എനിക്ക് തോന്നിയിട്ടുള്ളത് മാത്യൂസിൻ്റെ ക്യാരക്ടറിൻ്റെ കുറച്ച് കൗണ്ടേഴ്സ്, പ്രിയ വാര്യൻ്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. പിന്നീട് നായകനും നായിക, നമ്മുടെ അനികയാണ് നായികയെ എത്തിയിട്ടുള്ളത്. നല്ല വെറുപ്പിക്കലായിരുന്നു എന്നുള്ളതിനേക്കാളും പുള്ളി ആ ക്യാരക്ടറിന് ഒട്ടും മാച്ച് ആയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നായകൻ പിന്നെ ചില സ്ഥലത്ത് കൊള്ളായിരുന്നു. പിന്നെ ഫുള്ള് മിനി വേർഷൻ ഓഫ് ധനുഷ് എന്ന് പറയാവുന്ന തരത്തിൽ പുള്ളിയെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധനുഷാണല്ലോ ഡയറക്ടർ. പിന്നെ ധനുഷ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ കുറേ പടങ്ങളിൻ്റെ ഒരു റെഫറൻസ് പോലെ അവിടെയൊക്കെ കാണാൻ പറ്റും. പിന്നെ പുള്ളിയുടെ പടങ്ങളിലെ പാട്ടുകളുടെ ഒരു ഛായ ഉണ്ടാവും. എന്നിട്ട് അവസാനം എല്ലാം വെറുപ്പിച്ച് കൈ തരുമ്പോൾ സെക്കൻഡ് പാർട്ടിനുള്ള ഒരു സംഭവം കൂടെ ഇട്ട് തന്നിട്ടാണ് പോകുന്നത്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഈ സിനിമ കണ്ടു. ഒരു ആവറേജ് എന്ന് പോലും പറയാൻ പറ്റില്ല. ചുമ്മാ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ചുമ്മാ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സിനിമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണവർക്ക് നോക്കാം. അടുത്തത് മറ്റൊരു തമിഴ് സിനിമയായ സ്വീറ്റ് ഹേർട്ട് എന്ന സിനിമയാണ്. റിയോ രാജ്, ഗോപിക രമേശ് എന്നിവരാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവൻ ശങ്കർ രാജ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം കൂടിയാണ്. അതിന് കാരണമുണ്ട്. കാരണം ഈ ഇതിലെ ലവേഴ്സ് മീറ്റ് ചെയ്യുന്നത്, അതായത് നായകൻ നായകൻ മീറ്റ് ചെയ്യുന്നത് ഇവന്റെ ഒരു മ്യൂസിക് കൺസേർട്ടിന്റെ ഇടയ്ക്കാണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല പുള്ളി ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഈ കഥ കണ്ടിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. അങ്ങനെ ഈ സിനിമയിൽ നായകനും നായികയും എപ്പോഴും പോലെ തന്നെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ബ്രേക്കപ്പിന്റെ ഒരു വക്കിലാണ്. നായകന് കല്യാണമൊന്നും വലിയ താല്പര്യമില്ല. അത് വെറുതെ ഇങ്ങനെ പിന്നാലെ നമ്മൾ ശല്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ ഒരു മൈൻഡാണ് പുള്ളിയുടെ ഒരു കലിപ്പൻ. അപ്പോൾ അവസാനം ഇവർ ബ്രേക്കപ്പിന്റെ ഒരു നെക്കിലെത്തുന്ന സമയത്താണ് ഒരു കാര്യം അറിയുന്നത്, നായിക ഗർഭിണിയാണ്. സോ പിന്നീട് ഇത് ടെസ്റ്റ് ചെയ്യണം. പക്ഷെ വീട്ടിൽ പെട്ടുപോയി, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പം അത് എങ്ങനെ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എങ്ങനെയാണ്, അവസാനം ശുഭപര്യാപ്തിയായിട്ട് എങ്ങനെ അവസാനിക്കുന്നു എന്നാണ് ഈ സിനിമ പറയുന്നത്. സിനിമയിൽ ചില തമാശകൾ നന്നായിരുന്നു. പക്ഷെ അത് ഈ സിനിമയ്ക്ക് ഒരു വാല്യൂ പോലും ആഡ് ചെയ്ത് പോകുന്നില്ല. ഈ സിനിമയ്ക്ക് ഇതിൻ്റെ കഥയോ ഒന്നും തന്നെ ആഡ് ആക്കാത്ത രീതിയിലുള്ള ചെറിയ തമാശകൾ. അതില്ലെങ്കിലും ഈ സിനിമ ഇത്രയ്ക്ക് തന്നെ വരുള്ളൂ. മൊത്തത്തിൽ എനിക്കൊരു എൻഗേജിങ് ആയിട്ടേ തോന്നിയില്ല. ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പിന്നെ പെർഫോമൻസ് അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ത്രൂട്ട് പടം നമ്മളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല. സിനിമ എങ്ങോട്ടൊക്കെയോ പോകുന്ന പോലെ ഒന്ന് വലിച്ചു നീട്ടി എനിക്കിതും ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. സ്വീറ്റ് ഹാർട്ട് നിങ്ങൾക്ക് ചിലർക്ക് വർക്കാവുന്നവരുണ്ടാവും ഇങ്ങനത്തെ സിനിമകൾ. സോ അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്ത നമ്മൾ ഒരു മലയാളം സിനിമയെ കുറിച്ചാണ് പറയുന്നത്. മച്ചാന്റെ മാലാക. നമുക്കറിയാം ബോബൻ സാമുവൽ നമുക്ക് കുറേ അധികം നല്ല അത്യാവശ്യം കമേഴ്ഷ്യൽ സിനിമകൾ, നല്ല രസകരമായി കണ്ടിരിക്കാവുന്ന സിനിമകൾ സമ്മാനിച്ച പുള്ളി ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു മച്ചാന്റെ മാലാക എന്ന സിനിമയായിട്ട് വരികയാണ്. സൗബിൻ ഷാഹിദ്, നമിത പ്രമോദ്, ശാന്തി കൃഷ്ണ തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ളത്. ഈ സിനിമ ഒരു ബസ് കണ്ടക്ടറാണ്. സജീവൻ എന്നുള്ള കഥാപാത്രം സൗബിനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളി ഒരു നായികയെ പരിചയപ്പെടുന്നു. ബസ്സിലെ ചെറിയ വാക്കുതർക്കത്തിനിടയിലാണ് സംഭവിക്കുന്നത്. എല്ലാ സിനിമയിലും പോലെ ഉടക്കിൽ തുടങ്ങി അവസാനം ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നു. അവിടെ ഒരേ ഒരു കണ്ടീഷൻ മാത്രം വെക്കുകയാണ്. അമ്മായിമ്മ വയ്ക്കും. ശാന്തി കൃഷ്ണയാണ് അമ്മായിമ്മയുടെ വേഷം ചെയ്തിരിക്കുന്നത്. അതായത് ഭർത്താവ് ഭാര്യയുടെ വീട്ടിലിരിക്കണം, അത്രയേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം അവരുടെ ക്യാരക്ടർ നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും. ശാന്തി കൃഷ്ണന്റെ കുറച്ചൊരു അലമ്പാണ്, ഒരു റുട്ടീൻ ആയിട്ടുള്ള ഒരു അമ്മായിമ്മ പോലെയാണ്. അപ്പോൾ അമ്മായിമ്മ മരുമകൾ പോര് പകരം മരുമകൻ പോര്. പക്ഷെ അതങ്ങനെ ഡീപ്പായിട്ടൊന്നും കാണിക്കുന്നില്ല. രസകരമായിട്ട് കുറച്ച് കാണിച്ചു പോകുന്നു. പിന്നീട് ഈ സിനിമയുടെ മെയിൻ കോർ പ്ലോട്ട് എന്ന് പറയുന്നത് ഇതല്ല. അതിലോട്ട് എത്തുമ്പോൾ തന്നെ ഇന്റർവെൽ ആവുന്നുണ്ട്. ഒരു ആക്സിഡന്റിൽ സജീവന് കിഡ്നി തകരാറാകുകയാണ്. അപ്പോൾ ഭാര്യയായ നമിത പ്രമോദ് കിഡ്നി കൊടുക്കുന്നു. പിന്നീട് ഇവര് തമ്മിൽ പ്രശ്നമാകുമ്പോൾ ഈ കിഡ്നി തിരിച്ചു ചോദിച്ച് കോടതി പോകുന്നതാണ് സംഭവം. ഒരു വെറൈറ്റിയാണ്, ഹ്യൂമറിന് സാധ്യത വളരെയധികം ഉണ്ട്. പക്ഷെ അത് പെർഫെക്റ്റ്ലി ഉപയോഗിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ധ്യാൻ ശ്രീനിവാസൻ ഒരു വക്കീലിന്റെ റോള് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. എനിക്ക് തോന്നിയത് ശാന്തികൃഷ്ണന്റെ ക്യാരക്ടർ മാത്രം അത്യാവശ്യം നല്ല രീതിയിൽ എഴുതി പുള്ളി അവതരിപ്പിച്ച വലിയ കുഴപ്പമില്ലായിരുന്നു. മറിച്ച് ഈ സിനിമ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സിനിമയുടെ പവൻ സേനയുടെ മുൻ സിനിമകൾ പോലെ എൻഗേജിങ് ആയിരുന്നില്ല, എന്റർടൈനിങ്ങും ആയിരുന്നില്ല.
ഒരു ഹ്യൂമർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആയിരുന്നു, അത് കൈകാര്യം കറക്റ്റായി ചെയ്തിട്ടില്ല എന്ന് വേണം പറയാം. ഞാൻ ഇതും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല, ചുമ്മാ OTT കിടപ്പുണ്ട്, വേണമെന്നവർക്ക് കാണാം. അടുത്ത അവസാനം നമ്മൾ പ്രാവിൻ ഗൂഡ് ഷാപ്പ് എന്ന സിനിമയെ കുറിച്ചാണ് പറയുന്നത്. ഈ സിനിമയുടെ കാസ്റ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാനൊരു ആഗ്രഹം ഉണ്ടാവും. ബേസിൽ ജോസഫ്, സൗബിൻ, ചെമ്പൻ വിനോദ്, ഇവർ 3 പേര് ഒന്നിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ സിനിമയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയാണ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഷാപ്പിൽ നടക്കുന്ന ഒരു മരണം, പിന്നീട് അത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് വിലയിരുത്തുകയും അതിന്റെ അന്വേഷണമാണ് സിനിമ പറയുന്നത്. ഒരു യൂഷ്വൽ ഇൻവെസ്റ്റിഗേറ്റീവ് മൂവിയേക്കാൾ കുറച്ചും കൂടെ യുണീക്കായ ഒരു ഐഡിയ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് കോമഡി മിക്സ് ചെയ്തുകൊണ്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം ഈ ഒരു ആ യുണീക്നെസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഒരു പാരയായി മാറിയത്. കാരണം അത് വർക്കാകാത്തതുകൊണ്ട് തന്നെ ഈ സിനിമ കണ്ടിരിക്കാൻ കുറച്ച് പാടായി. ഒരു എന്താ പറയുക, ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നു. പിന്നെ ബേസിൽ ജോസഫ് ചില സ്ഥലത്തൊക്കെ പുള്ളിയുടെ നോർമലി നല്ല പെർഫോമറാണ്, അതിൽ നിന്ന് കുറച്ചൊന്ന് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചാന്ദിനിയുടെ പെർഫോമൻസ് കൊള്ളായിരുന്നു, പക്ഷെ ഈ മേക്കപ്പ് കുറച്ച് പാടാണ്. അങ്ങനെ ഈ സിനിമ അത്യാവശ്യം ക്ലൈമാക്സിനോട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു തൃപ്തിയുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നെങ്കിൽ പോലും അതുവരെ കണ്ടിരിക്കാനുള്ള ക്ഷമ നമുക്ക് കിട്ടണം. കാരണം അത്രയ്ക്കും ഒരു എൻഗേജിങ് ആയിരുന്നില്ല. ഞാൻ പറയാം, ഈ യുണീക്ക് ഒരു അറ്റംപ്റ്റ് തന്നെയാണ് ഇതിന് പ്രശ്നമായത്. യൂഷ്വൽ ഇൻവെസ്റ്റിഗേറ്റീവിന് മാറി ഡാർക്ക് ഹ്യൂമർ ചേർത്തു, പക്ഷെ അത് വർക്കായില്ല, കറക്റ്റ്ലി വർക്കായില്ല എന്നുള്ളതാണ്. നല്ല ബോറടിക്കുന്നത്. എനിക്ക് ഈ സിനിമ ഒരു ബിലോ ആവറേജ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ 4 സിനിമകൾ ഞാൻ കണ്ടത് ഈ OTTയിലാണ്. 4ഉം കണക്കാണ്. നിങ്ങൾക്ക് നിറയെ, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സിനിമകൾ വർക്കായേക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.